നമസ്കാരം. രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എഗ്ഗ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. എഗ് ബട്ടർ മസാല. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് എഗ് ബട്ടർ മസാല നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ്, വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും പിന്നെ അതിന് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് കാണാം. അതിനായിട്ട് ഒരു 3 മുട്ട നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഒരു പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ 2 സവാള ചതുരത്തിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, ഏതാണ്ട് ഒരു 1/2 ഇഞ്ച് വരുന്ന ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്കിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കളറിന് കൂടി വേണ്ടി ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർക്കാം. ഇത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതാ സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോവാണ്. അണ്ടിപ്പരിപ്പ്. അപ്പോൾ കുറേ ഒന്നും ചേർക്കേണ്ട, നമ്മളൊരു കൈപ്പിടിയിൽ, അങ്ങനെ അളവ് പറയുന്നില്ല, ഒരു കൈപ്പിടിയിൽ അണ്ടിപ്പരിപ്പും കൂടെ ചേർന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വന്നിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കും. ഈ സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഉണ്ടല്ലോ, അത് തണുക്കൊക്കെ ചെയ്തു. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചെറിയൊരു മസാല ഉണ്ടാക്കിയിട്ട് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു. ഇനി നമ്മൾ കുറച്ച് ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ബട്ടറൊക്കെ ഉരുകി വരുന്ന സമയത്ത് കുറച്ച് മതി, ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഇനി നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഈ മസാല. അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് 2 കഷ്ണങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. ഈ മസാലയിലേക്ക് ഇത് മുട്ട ചേർത്ത് കൊടുത്ത് 2 വശം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് മസാലയൊക്കെ എല്ലാ ഭാഗവും ആവുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, മസാലയൊക്കെ പിടിക്കുന്നവരെ. നമ്മൾ വഴറ്റി വെച്ച മസാലയൊക്കെ ഏതാണ്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്, ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ സമയമാകുമ്പോഴത്തേക്കും മുട്ടയും 2 വശവും നന്നായിട്ട് മസാലയൊക്കെ ഒഴിച്ച് വന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് മാറ്റാം. ഇത് ഇപ്പം നല്ലപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. ബട്ടർ ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം വഴറ്റുമ്പോൾ വേണമെങ്കിൽ, അരച്ചു കൊടുക്കുന്നതിന് മുന്നേ വഴറ്റുമല്ലോ, അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും തിളച്ച് കഴിഞ്ഞിട്ടുള്ള വെള്ളം ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ, സാധാരണ പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാളും. അപ്പോൾ നോക്കിയിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരണം. തിള വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി, ഉലുവ ഇല, ഉണക്കിയ ഉലുവയുടെ ഇല ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഒന്ന് കൈ വെച്ചൊന്ന് ഞരടിയിട്ട് ചേർത്ത് കൊടുക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റ് തരും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഏതാണ്ട് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നിർബന്ധമൊന്നുമല്ല, ഒരു ഇത്തിരി പുളിയും ഇത്തിരി മധുരം കൂടി ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലോണം ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ ചേർത്തു.
ഇനി ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടെ മിക്സായി ഒന്ന് ഇതായിപ്പോൾ ഇതുപോലെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയൊന്നുമില്ല, നമ്മൾ ഗ്രേവിയുടെ ഏതാണ്ട് ഒരു തിക്നെസ്സൊക്കെ കറക്റ്റായിട്ട് വരുമ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ് ആയിട്ടുണ്ട്, ഏതാണ്ട് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഒരു ഇഷ്ടം നോക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം.